ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ഡേ 2 ആണേ. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ്, ഒരു 5:45 ആയിട്ടുണ്ട്. ആ ടൈമിൽ വന്നിട്ട് മീനുട്ടിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നെബുലൈസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു മീനുട്ടി. ആൾ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ല. ഭയങ്കരമായിട്ട് ഈ ക്യാനുല ഇട്ടതൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടാവും. അപ്പം ഞെട്ടി ഞെട്ടി ഉണർന്ന് കരച്ചിലും പിന്നെ അതിൻ്റെ കൂടെ ചുമയും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൈ മാറി മാറി ഇരുന്ന് എന്തായാലും അത് പിടിച്ചു. എന്നിട്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കുഞ്ഞിന്. അപ്പം പിന്നെ ആൾ കിടന്നങ്ങ് ഉറങ്ങി ഒരു 8 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 8:30 കഴിഞ്ഞു. 9 മണിയാവോളമായി ആളെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ നൈറ്റ് വന്നേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിലോട്ടൊന്നും നോക്കിയോ, പക്ഷേ എന്ന് വെച്ചാൽ അവിടോട്ടൊന്നും പോയി നോക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് നോക്കി, പുറത്തോട്ടൊന്നും കാണാനായിട്ടില്ല. പിന്നെ വന്ന് വിനുവേട്ടന് ബ്ലാക്ക് ടീ ഇട്ട് കൊടുത്തു. അത് കുടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കഞ്ഞിയൊക്കെ വാങ്ങാൻ വേണ്ടി പോകണമായിരുന്നു മീനുട്ടിക്ക്. കഞ്ഞിയൊക്കെ വാങ്ങാനും പറഞ്ഞു. പുത്രിയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നേ. എന്താ പറയുന്നത്, രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. നന്നായിട്ട് എന്തായാലും ആ ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം മീനുട്ടി നല്ല പോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് ആൾ നല്ല ഉഷാറായി. ഒരു മരുന്ന് കൊടുത്ത് ആ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഉഷാറായിട്ട് കുറേ നേരം ആക്റ്റീവായിട്ടിരുന്ന്. പിന്നെ എന്നോട് കഞ്ഞി മേടിക്കാണ്ട് വന്നു. ഇവിടെ നമുക്ക് താഴെ ക്യാൻറ്റീനിൽ കഞ്ഞി കിട്ടും, പൊടിയരി കഞ്ഞി. 3 നേരവും കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ രാവിലെ എന്തെങ്കിലും കൊടുക്കണ്ടേ രാവിലെ, അതുകൊണ്ട് അത് മേടിക്കാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ ഒന്നും കഴിക്കുന്നില്ല മീനുട്ടി. പാല് തന്നെ അങ്ങനെ കുടിക്കുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ പാല് കൂടി തന്നെ, ഉറങ്ങാൻ നേരമോ ഒക്കെ ഉള്ളൂ പാല് കുടിക്കുന്നത്. പിന്നെ നമ്മുടെ റൂം നമ്മൾ കാണിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ വന്നപ്പോൾ എടുത്തു വെച്ചതാണേ, ഒരു റൂം കാണിക്കാമെന്ന് കരുതിയിട്ട്. അപ്പം നമ്മൾ കയറി വരുമ്പം തന്നെ പേഷ്യൻ്റ് ബെഡുണ്ട്. അവിടെ എന്തോ ഓക്സിജൻ്റെ സംഭവം, പിന്നെ അതുപോലെ മിനിറ്റിക്ക് ഓക്സിജൻ കൊടുത്തിട്ടുള്ളതാണ് ഈ നെബുലൈസ് ചെയ്യുന്നത്, പിന്നെ ട്രിപ്പ് ഇടുന്നത് അങ്ങനെ. പിന്നെ പേഷ്യൻ്റ് ബെഡ്, ഒരു സ്റ്റാൻഡ്, പിന്നെ ബൈസ്റ്റാൻഡർ ബെഡിൻ്റെ അടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പെട്ടിയും സാധനങ്ങളും എല്ലാം വെക്കാം. പിന്നെ എന്താ പറയുന്നത്, ഒരു പേഷ്യൻറ്റിന് ഫുഡ് കഴിക്കാനായിട്ടുള്ള ടേബിള്, പിന്നെ TV, നല്ലൊരു കബോർഡിന് താഴെ തന്നെ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ പോലത്തെ സംഭവമുണ്ട്. അത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്, ചൂടുവെള്ളവും എല്ലാം വരും. നമുക്ക് സെപ്പറേറ്റ് പോയി എടുക്കണ്ട ഇവിടെ. പക്ഷേ വേറെ ചേച്ചിയൊക്കെ നിന്ന റൂമിൽ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് പോയി എടുക്കണമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്കൊരു ഹാൻഡ് വാഷിങ് ഒരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ബാൽക്കണി അപ്പം നമ്മുടെ നേരെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ നിന്നൊന്നും നമുക്ക് അധികം ഒന്നും കാണാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവരൊരു നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ പ്രാവിൻ്റെ നല്ല ശല്യമുണ്ട്. അപ്പം അവിടെയൊക്കെ വന്ന് പ്രാവൊക്കെ വന്നിട്ട് ഇങ്ങനെ കൂട് വെക്കത്തില്ലേ, പിന്നെ അവിടെ എല്ലാം നാശമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരങ്ങനെ നെറ്റ് ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോഴത്തേക്ക് പിന്നെ വിനോദം പോയിട്ട് വന്നപ്പോഴത്തേക്ക് പുത്രി ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനെ കണ്ടിട്ടുള്ള സന്തോഷവും ബഹളവുമാണ്. അനിയൻ എന്തേന്ന് ചോദിക്കുക, അല്ല കണ്ണനോട് പറഞ്ഞ അനിയൻ എന്തേന്ന് ചോദിച്ചതെന്ന്. ഇരിക്കട്ടെ ആണ്ടി ഇതാരെ വിളിക്കും, ഇങ്ങോട്ട് നോക്കിയേ. കാക്ക കൊണ്ടുപോയി, അനിയന്റെ കാക്ക. ഫുഡ് വന്നു മീനുട്ടിയുടെ അല്ലേ, നമുക്ക് നോക്കട്ടെ. പിന്നെ അതുപോലെ മീനുട്ടിക്ക് മേടിച്ചതാണ് കഞ്ഞി, ചമ്മന്തി, പയറ് തോരന്, ഉപ്പ്. മീനുട്ടിക്ക് പൊടിയരി കഞ്ഞി കുഴപ്പമില്ല, ഇഷ്ടമായിരുന്നു. ഇപ്പം കഴിച്ച് പുള്ളിക്കാരിക്ക് വേണ്ടാണ്ടായി.
വിശക്കുന്നുണ്ട്, പാവത്തിന് കൊടുക്കട്ടെ. ഇഡ്ഡലി ആള് ഒരു 2-3 വായൊക്കെ കഴിച്ചു, അത്രയേ കഴിച്ചുള്ളൂ. പിന്നെ ഒന്നും വേണ്ട, തുപ്പി കളയുമായിരുന്നു. പിന്നെ കഞ്ഞി വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു നിർബന്ധിച്ച് പിടിച്ചിരുത്തി അങ്ങനെ ഒരു 1/2 ഗ്ലാസ് കഞ്ഞിയെങ്കിലും കുടിച്ചു, അത്രേ കുടിച്ചോളും. പിന്നെ ഡോക്ടർ വന്നു അപ്പോഴത്തേക്ക്. മീനുട്ടി ഡോക്ടർ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുട്ടിയുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫം കെട്ട് കൂടിയിട്ട് ന്യൂമോണിയയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അത് ഒരു 5-6 ദിവസം എനിക്ക് തോന്നുന്നു അഡ്മിറ്റ് ആവണമെന്ന് തോന്നുന്നു. നമ്മളിവിടെ കിടന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവുമായിരിക്കും. അത് കഴിഞ്ഞ് പുറകിന് തന്നെ ഇവർ ഓക്സിജൻ ലെവലും ടെമ്പറേച്ചറും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ഡോക്ടർ വന്നപ്പോഴും അത് തന്നെ, ഡോക്ടർ വന്നപ്പോൾ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇവർ വന്ന് കയ്യിലൊക്കെ കയറി പിടിച്ചപ്പോഴത്തേക്ക് ആൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവർ തെർമോമീറ്റർ എടുത്ത് താഴെ ഇട്ടു. അവർ ജീവനും കൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടു. അയ്യോ തെർമോമീറ്റർ എന്നും പറഞ്ഞ് ഒന്നും പറയണ്ട. എന്തുവാ വീരമ്മ 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 കൊമ്പന ആരാ വരുന്ന മീനുട്ടി ഇപ്പം? ആവശ്യമുണ്ട്. ഇത് മതി. കൈ സങ്കടമാണോ? 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മീനുട്ടിക്ക് അടുത്ത ഇഞ്ചക്ഷൻ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഡ്രിപ്പായിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ് എന്തായാലും ആൾ അമ്മമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങി. അമ്മമ്മ പാട്ടൊക്കെ പാടിക്കൊടുത്ത് അങ്ങനെ ഉറങ്ങി. പിന്നെ ഉറങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ പോയേന്. പിന്നെ ഒരുവിധമൊക്കെ പറഞ്ഞ് ഉറക്കിയൊക്കെ ഞാനിവിടെ കിടത്തിയത്. പിന്നെ ചായ വന്നപ്പോഴത്തേക്ക് വിനുവേട്ടൻ ചായയും വാങ്ങി. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്കൊരു പരിപ്പോടെ വാങ്ങി തന്നു. ഞാൻ അതുമൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു. മീനുട്ടി നല്ല ഉറക്കമായിരുന്നേ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നെബിലൈസ് ചെയ്യാനായിട്ടുള്ള ടൈമായി. വൈകുന്നേരം ആൾ ഉറങ്ങിയൊക്കെ എണീറ്റപ്പോഴത്തേക്ക് ഒരു 6 മണിയൊക്കെ ആയി. ആ ടൈം ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അടുത്ത നെബിലൈസ് ചെയ്യാനായിട്ടുള്ള ടൈമായി. പിന്നെ അതൊക്കെ കൊടുത്ത് അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ആൾ പിടിച്ചിപ്പോൾ ഒരു ഓക്കെ ആയെന്ന് തോന്നുന്നു. വലിയ പ്രശ്നമില്ല. വാ തുറന്നേ. വെരി ഗുഡ്. ഒന്നുകൂടെ വാ തുറന്നേ. അന്റെ വാ തുറന്നു കുഞ്ഞ്. വാ തുറന്നേ. വാ തുറന്ന് കാണിച്ച വീഡിയോ എടുത്തു തരാം. വീഡിയോ എടുത്തു തരാമോ? വാ തുറന്നേ. ചെരുപ്പിട്ടിട്ട് പോ മോന്, ചെരുപ്പിട്ടിട്ട് പോ. ഷൂ എടുത്തിട്ട് ഷൂ ഇട് കാലിലിട്. നാണ്ട വിനുവേട്ട, ഇത് കണ്ടോ വിനുവേട്ടാ? അയ്യോ ഇപ്പൊ കുത്തു കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ്.
രാത്രി ആയപ്പോഴത്തേക്കാണെങ്കിൽ മീനുട്ടിയുടെ ക്യാനുല ഊരാനായിട്ട് സിസ്റ്റർ വന്നു. കാരണം അതങ്ങ് നീര് വെച്ചു. അത് മോള് കിടന്ന് ഉറങ്ങിയതിൻ്റെ ആണെന്ന് തോന്നുന്നു, കൈ കുത്തി വെച്ചിട്ടായിരുന്നു കിടന്നുറങ്ങിയത്. അത് കണ്ടുകൊണ്ട് ഞാൻ കൈ നൂത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ നീര് വന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ സിസ്റ്ററിനെ പോയി വിളിച്ചു. അവർ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് നീര് വെച്ചിട്ടുണ്ട്, അത് ഊരണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ കരച്ചിലായി ബഹളമായി. അവരെ കാണുമ്പോഴേ കരയാൻ തുടങ്ങും. പിന്നെ എന്തായാലും അത് ഊരി. പിന്നെ ഊരിയതിൻ്റെ ബഹളവും കരച്ചിലുമായിരുന്നു. പിന്നെ ഇന്ന് കുത്തണ്ട, നാളെ ഇനിയിപ്പം കുത്താമെന്ന് പറഞ്ഞു അടുത്ത ക്യാനുല. അങ്ങനെ മീനുട്ടിയെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കിടത്തി ഉറക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റ ബൈ, സീ യു.